ചെറുവണ്ണൂരിൽ കാർ കത്തി ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണെന്നാണ് പേരാമ്പ്ര സ്വദേശികൾ പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 ചെറുവണ്ണൂർ കക്കറ മുക്ക് റോഡിലായിരുന്നു സംഭവം. കക്കറ മുക്കിലെ പൂവത്തും ചാലിൽ റിജിൻ ലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു സോനയ്ക്ക്. പൊള്ളലേറ്റ ഭർത്താവ് റിജിൻ ലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെയിൻ ICUയിൽ ചികിത്സയിലാണ്. കാറിന്റെ ഉൾവശം മാത്രം കത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്നും സോനയുടെ ബന്ധുക്കൾ ആരോപിച്ചതായി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസും ഒരുങ്ങുന്നത്. മകൾക്ക് ഭർതൃവീട്ടിൽ ദുരന്താവസ്ഥ നേരിട്ടതായി പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നുവെന്നും സോനയുടെ അമ്മ വസന്തയും പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പോലീസിൽ പരാതി നൽകുന്നുവെന്നും ബന്ധുക്കൾ അറിയിച്ചു. കാർ കത്തിയ യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനാ ഫലവും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭ്യമായാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പോലീസ് പറഞ്ഞു. കാർ കത്താൻ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ധന ടാങ്കിനും കാറിന്റെ വയറിനും തകരാറില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതെല്ലാമാണ് കുടുംബത്തിന് സംശയം വർദ്ധിക്കാൻ കാരണമെന്നും പറഞ്ഞു. സോനയുടെയും റിജിൻ ലാലിന്റെയും വിവാഹത്തിന് റിജിന്റെ കുടുംബത്തിന് താല്പര്യമില്ലെന്നായിരുന്നു 3 വർഷത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും വിവാഹിതരായതും. അതും രജിസ്റ്റർ വിവാഹം മാത്രമായിരുന്നു അവിടെ നടന്നത്. ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ പിൻകാലത്ത് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം ദുരൂഹ സാഹചര്യമെന്ന് കൃത്യമായി തന്നെ ഈ ഒരു വാർത്തയെ പറയാനും പ്രവർത്തിക്കാനും പറയുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് തന്നെ പേരാമ്പ്ര സ്വദേശികളടക്കം തന്നെ ഒരു ഞെട്ടലാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കാണുന്നത്. സോനയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം വിഷമമെല്ലാം ഇരട്ടിക്കുകയാണ്. സുന്ദരി പെൺകുട്ടി, അവളുടെ ജീവിതം ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. 28 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ശരിക്കും പറഞ്ഞാൽ പ്രണയിച്ചാളെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നതിനിടയിൽ സംഭവിച്ച ദാരുണാന്ത്യം. അവൾക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു ജീവിതം കൂടിയല്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇരുവരും പ്രണയിക്കുമ്പോൾ തന്നെ റിജിൻ ഗൾഫിലേക്ക് ജോലിക്ക് തേടി പോയിരുന്നു. ഇതിനിടെ മറ്റൊരു യുവതിയുമായി റിജിന്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് അറിഞ്ഞതോടെയാണ് സോന ആത്മഹത്യ ശ്രമം നടത്തിയത്. അന്ന് സോനയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് റെയിൽവേ പോലീസാണ്. തുടർന്ന് റിജിനെതിരെ സോന പരാതിയും നൽകി. ഇത് കേസായതോടെ ഗൾഫിലേക്കുള്ള റിജിന്റെ തിരിച്ചുപോക്ക് അനിശ്ചിതത്വത്തിലായി. ഇതോടെ റിജിൻ വീണ്ടും സോനയുമായി അടുപ്പത്തിലാവുകയും ചെയ്തു. കേസ് പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. കേസ് പിൻവലിച്ചതോടെ ഇരുവരും കുടുംബങ്ങൾ അറിയാതെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. സോനയും റിജിൻ ലാലും 2023 വിവാഹിതരായത്. അമ്മയും അനിയനും അടങ്ങുന്നതാണ് സോനയുടെ കുടുംബം. അച്ഛൻ മരിച്ചതോടെ സോനയും അനിയനെയും കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മ വസന്തയാണ്. രജിസ്റ്റർ മാരേജ് ചെയ്തതോടെ വീട്ടുകാരുമായുള്ള ബന്ധം റിജിന്റെ കുടുംബം വിലക്കിയിരുന്നു. പല ദിവസങ്ങളിലും റിജിന്റെ വീട്ടിൽ മകൾ പട്ടിണിയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. ഗർഭിണിയായതോടെ സ്വന്തം വീട്ടുകാരുമായി സോന വീണ്ടും അടുത്തു. റിജിന്റെ വീട്ടിൽ പല ബുദ്ധിമുട്ടുകളും മകൾ അനുഭവിച്ചിരുന്നുവെന്ന് സോനയുടെ കുടുംബം ആരോപിക്കുന്നു. സോനയെ വിവാഹം കഴിക്കുന്നതിന് റിജിന്റെ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ പലതവണ തന്നെ കുടുംബത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവഗണനകളും സോന ബന്ധുവായ പെൺകുട്ടിയെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നുവെന്ന് അമ്മാവൻ സത്യം പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കാറിൽ തീപിടുത്തം ആസൂത്രിതമായി സോനയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് കുടുംബം ആരോപിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും